ജപ്പാനിൽ ഭൂചലനം. പുതുവർഷാഘോഷങ്ങൾക്കിടെ തിങ്കളാഴ്ച മുതൽ ജപ്പാനിലുണ്ടായത് 155 ഭൂചലനങ്ങളാണ്. പിന്നാലെ സുനാമിയും. എന്തുകൊണ്ടാണ് ജപ്പാനിൽ അടിക്കടി ഇങ്ങനെ ഭൂചലനം ഉണ്ടാകുന്നത്? ഭൂചലനങ്ങൾ ജപ്പാനിലെ ജനങ്ങൾക്ക് അപരിചിതമല്ല. ഒരു വർഷത്തിൽ കുറഞ്ഞത് 2000 ഭൂചലനങ്ങളെങ്കിലും ജപ്പാനിൽ ഉണ്ടാകാറുണ്ട്. തിങ്കളാഴ്ച ഉണ്ടായ ഭൂചലനങ്ങൾക്ക് പിന്നാലെ തീരപ്രദേശത്തു നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചു. 3300-ലേറെ വീടുകളിൽ വൈദ്യുതി മുടങ്ങി. തീപിടുത്തമുണ്ടായെന്നും റിപ്പോർട്ടുകളുണ്ട്. റോഡ്, റെയിൽ, വിമാന ഗതാഗതം താറുമാറായി. രക്ഷാപ്രവർത്തനവും വെല്ലുവിളിയിൽ. എന്താണ് ഇതിനൊക്കെ കാരണം? അതിനുത്തരം ജപ്പാന്റെ ഭൂമിശാസ്ത്രമാണ്. ഭൂമിയുടെ ഉപരിതലം ടെക്ടോണിക് പ്ലേറ്റുകൾ അഥവാ ഭൗമഫലകങ്ങൾ എന്ന് പറയുന്ന വലിയ കഷ്ണങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇവ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പരസ്പരം കൂട്ടിയിടിക്കാറുമുണ്ട്. ഇവയുടെ ചലനം മൂലമാണ് മലനിരകളും അഗ്നിപർവ്വതങ്ങളും ദ്വീപുകളുമൊക്കെ ഉണ്ടാകുന്നത്. ഭൂചലനത്തിന് കാരണമാകുന്നത് ഈ ഫലകങ്ങളുടെ കൂട്ടിയിടിക്കലാണ്. കടലിനടിയിലെ കൂട്ടിയിടിക്കൽ മൂലം സുനാമിയും ഉണ്ടാകുന്നു. ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന മേഖലയിലാണ്. ആക്റ്റീവായ അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഈ പ്രദേശത്തെ ഇങ്ങനെ അഗ്നിവലയം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള ഭൗമഫലക മേഖലയും ഇതുതന്നെ. 4 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകളുടെ സംഗമ സ്ഥലമാണിത്. ഫിലിപ്പീൻ സീ പ്ലേറ്റ്, യുറേഷ്യൻ പ്ലേറ്റ്, നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, പസഫിക് പ്ലേറ്റ്. ഇവ പരസ്പരം കൂട്ടിയിടിക്കുന്നു. ഇതുമൂലം ഭൂചലനങ്ങൾ ഉണ്ടാകുന്നു. ഇതാണ് തിങ്കളാഴ്ചയും സംഭവിച്ചത്. റിക്ടർ സ്കെയിലിൽ 9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായിരുന്നു. അന്നുണ്ടായ സുനാമിയിൽ ഏതാണ്ട് 18,000-ഓളം പേർ മരണപ്പെട്ടു. 10,000-കണക്കിന് പേരെ കാണാതായി. ആ സുനാമി തിരമാലകൾ ഫുകുഷിമ പവർ പ്ലാന്റിലെ ആണവ ഉരുകലിനും കാരണമായി. 1986-ലെ സോവിയറ്റ് യൂണിയനിലെ ചെർണോബിൽ ദുരന്തത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആണവ അപകടമായിരുന്നു ഇത്. എന്നാൽ ഇത്തവണ ആണവ നിലയങ്ങളിൽ ക്രമക്കേടുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. അതിന്റെ ആശ്വാസത്തിലാണ് ജനങ്ങൾ.